നമസ്കാരം. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായാൽ മാനം പോകും. അത് ലോകതത്വമാണ്. എന്നാൽ അരമനയിൽ നടക്കുന്നതൊന്നും ലോകമറിയാൻ പാടില്ലെന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക നയം. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ലെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പണ്ടേ അവശ, പിന്നെ ഇപ്പോൾ ഗർഭിണിയും എന്നതാണ് പാകിസ്ഥാനിലെ സ്ഥിതി. ഭരണരംഗത്താകെ തകർച്ച, ക്രമസമാധാനം അവതാളത്തിൽ, പിന്നെ മതമൗലികവാദികളുടെ മർക്കടമുഷ്ടി, ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സവും. പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പുറം ലോകം അറിയരുതെന്നൊരു നിർബന്ധം പാകിസ്ഥാൻ സർക്കാരിനുണ്ട്. പുറം ലോകം അറിഞ്ഞാൽ പാകിസ്ഥാന്റെ മാനം പോകും. അതിനായി പാകിസ്ഥാൻ ഏതറ്റം വരെയും പോകും. പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകം അറിയാതിരിക്കാൻ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം. ഔദ്യോഗിക വിവരങ്ങളും രേഖകളും പുറത്തു വരുന്നത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണമെന്ന് എടുത്തു പറയണം. ഭരണകൂടത്തിന്റെ വികലമായ നയങ്ങളും ഉത്തരവുകളും സോഷ്യൽ മീഡിയ വഴി ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നത് പലപ്പോഴും പാക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സർക്കാരിന്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, ദേശീയ പരമാധികാരം, അന്തസ്സ് എന്നിവയ്ക്കെതിരെ സർക്കാർ ജീവനക്കാർ സംസാരിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ അനുമതിയില്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായങ്ങളോ പോസ്റ്റുകളോ പാടില്ല എന്നും ഉത്തരവിലുണ്ട്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ദി ന്യൂസ് സർക്കാർ ഓഫീസുകളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ മേലധികാരികൾ നീക്കം ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു. പുറം ലോകം അറിഞ്ഞാൽ പാകിസ്ഥാന്റെ മാനം പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ പറയാം. ദിവസവും മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ മഴക്കാലമാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹത്തിലൂടെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു എന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് പെൺകുട്ടികളോട് ഈ ക്രൂരത കാട്ടുന്നതെന്ന് എടുത്തു പറയണം. ഇതിനു പുറമെ നിരവധി ബാലവിവാഹങ്ങളും രാജ്യത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല, പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക അടിമകളായും ഭീകരവാദികൾ ഉപയോഗിക്കുന്നുണ്ട്. ദുരഭിമാനക്കൊല പാകിസ്ഥാനിൽ തുടർക്കഥയാണ്. ഇവയ്ക്കെല്ലാം പുറമെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, മെച്ചപ്പെട്ട ജീവിത നിലവാരം ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട്. പെൺകുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ, ബലാത്സംഗം, കൊലപാതകം, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം, നിർബന്ധിത വിവാഹം എന്നിവ പാകിസ്ഥാനിൽ വ്യാപകമാണ്. 2023 കണക്കനുസരിച്ച് ഏകദേശം 227 ദശലക്ഷം ജനസംഖ്യയുള്ള പാകിസ്ഥാനിൽ 49.2% സ്ത്രീകളാണ്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 64% 30 വയസ്സിന് താഴെയുള്ളവരാണ്. 12 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി വിവാഹം കഴിച്ചത് വാർത്തയായിരുന്നു. ഒട്ടകപക്ഷി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തല മണ്ണിൽ പൂഴ്ത്തിവെക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് പാകിസ്ഥാനിലെ അവസ്ഥ. എത്ര കാലം ഭരണകൂടത്തിന് ലോകത്തിന് മുന്നിൽ ഒളിച്ചിരിക്കാനാകും? പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ ഇത്രയും വ്യാപകമായ ഇക്കാലത്ത്. പാകിസ്ഥാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാലും പാകിസ്ഥാനെ കുറിച്ച് ലോകത്തിനറിയാം. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ ഏറെ മുൻപന്തിയിലാണ്. ലോകരാജ്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ എത്ര തന്നെ മൂടിവെച്ചാലും പുറത്തു വരേണ്ട സത്യങ്ങൾ പുറത്തു വന്നിരിക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.